ഗൈസ് വെൽക്കം ബാക്ക് ടു മീഡിയ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ ലെവൽ കറക്റ്റായിട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ വീഡിയോയിലോട്ട് കിടക്കാം. ബൈക്കിൻ്റെ എഞ്ചിൻ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ വണ്ടി സെൻട്രൽ സ്റ്റാൻഡ് അടിച്ച് കറക്റ്റ് ലെവലായിട്ടുള്ള ഗ്രൗണ്ടിൽ വെക്കണം. എങ്കിൽ മാത്രം നമുക്ക് അക്യുറേറ്റ് ആയിട്ട് എഞ്ചിൻ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാൻ പറ്റൂ. ഇത് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ വണ്ടി റൺ ചെയ്തിട്ടൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ ഓയിൽ ഈ നമ്മുടെ എഞ്ചിൻ്റെ പല പാർട്സിലായിട്ട് സർക്കുലേറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും. അപ്പോൾ ഒട്ടും അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് നമുക്ക് കിട്ടത്തില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം അത് ലോ ആയിട്ട് തന്നെ കാണിക്കും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴായാലും രാവിലെയൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് നല്ലത്, വണ്ടി എടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ കറക്റ്റായിട്ട് ഓയിലൊക്കെ താഴെ ഡ്രെയിനായി നമ്മളെ സമ്പിൽ തന്നെ വന്ന് നിൽക്കും. ബൈക്കുകളിലൊക്കെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ രണ്ട് രീതിയാണുള്ളത്. ഒന്ന് ഇതേപോലെ ഒബ്സർവേഷൻ ഒരു ഗ്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ ഡിപ്സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഗ്ലാസ്സിൽ കൂടി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഗ്ലാസ്സിലേക്ക് ഒരു മിനിമം ലെവലും ഒരു മാക്സിമം ലെവലും കാണും. അപ്പോൾ നമ്മുടെ എഞ്ചിൻ ഓയിൽ ലെവൽ ആ മിനിമത്തിൻ്റെയും മാക്സിമത്തിൻ്റെയും ഇൻബിറ്റ്വീനായിട്ട് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തണം. ഇപ്പോൾ ഇത് മിനിമം ആയാൽ മാത്രമല്ല, ഈ മാക്സിമത്തിന് മുകളിലായാലും നമ്മുടെ എഞ്ചിന് അത് എപ്പോഴും ഒരു കേടായിട്ട് തന്നെ നിൽക്കും. ഈ നോർമൽ കേസസ് എഞ്ചിൻ ഓയിൽ ലെവൽ അങ്ങനെ കുറയാറില്ല. നമ്മൾ ഒരു സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിക്കൊക്കെ വേരിയേഷൻ ഉണ്ടാകും. അത് ജസ്റ്റ് ഒന്ന് ടോപ്പ് അപ്പ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. വലിയ രീതിക്ക് കുറയണമെങ്കിൽ അതിന് കാരണം ഒന്നില്ലെങ്കിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ നമ്മുടെ വണ്ടിയുടെ കമ്പഷൻ്റെ കൂടെ ബേൺ ആവുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എഞ്ചിൻ സൈഡിലെ പാക്കിങ്ങോ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിലോ ആണ് ഇങ്ങനെ സംഭവിക്കാൻ ചാൻസസ് വളരെ കൂടുതൽ. പിന്നെ ഇത് ചെക്ക് ചെയ്യേണ്ട മറ്റൊരു രീതി എന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങനത്തെ ഒരു ക്യാപ്പ് കാണും, ഇതിൻ്റെ അത്ര ഡിപ്സ്റ്റിക്ക് കാണും. അപ്പോൾ ആദ്യം നമ്മൾ ഈ ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് അതിലെ ഓയിലെല്ലാം നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്യണം. അത് കഴിഞ്ഞ് വീണ്ടും ഇത് ഡിപ്പ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് നമുക്കപ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും അത് മാക്സിമത്തിലും മിനിമം ഇടയിലാണോ എവിടെയാണ് ഓയിൽ നിൽക്കുന്നതെന്ന്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് അടിക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വല്ല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെയും എൻ്റെ ഇൻസ്റ്റ ഐ ഡി കൂടെയും എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എൻ്റെ ഇൻസ്റ്റ ഐഡിയിലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.